ചാലക്കുടി വ്യാജലഹരി കേസ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. മുഖ്യപ്രതികളായ ലിവിയ ജോസിനെയും നാരായണദാസിനെയുമാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും നാളെ ഒന്നിച്ചിരുത്തി പ്രത്യേക സംഘം ചോദ്യം ചെയ്യും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, 4 ദിവസത്തെ കസ്റ്റഡിയാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? എന്തൊക്കെ നടപടികളാണ് ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇന്ന് രാവിലെയാണ് ഇരുവരെയും തൃശൂരിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ 4 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ജഡ്ജി അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് ബോംബെ വിമാനത്താവളത്തിൽ വെച്ചും ലിവിയ ജോസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കേസിൽ പ്രധാന സൂത്രധാര ലിവിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ LED സ്റ്റാമ്പ് ഷീല സന്നിയുടെ വീട്ടിലെത്തിക്കുകയും വാഹനത്തിലെത്തിക്കുകയും ചെയ്തത് ഇവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഭാഗവും നേരത്തെ തന്നെ പോലീസിനോട് വിശദീകരിച്ചിരുന്നു. തനിക്ക് ഇവരോട് വൈരാഗ്യമുണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയതെന്ന് പറയുന്നു. പക്ഷെ പ്രധാനമായും നാരായണദാസും ലിവിയും പറയുന്ന കാര്യങ്ങൾ പലതിലും വൈരുദ്ധ്യം അന്വേഷണ സംഘത്തിനുണ്ട്. ഈ വൈരുദ്ധ്യം തീർക്കാൻ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരും ദിവസം പോലീസ് കടക്കും. അതിനുശേഷമാകും കേസിൽ നിർണായക നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്.